ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, വെള്ളയ്ക്കണം എല്ലാം അമർത്തി കൊടുക്കണേ. പിന്നെ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന രാവിലെ നൂൽപുട്ടിലേക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കുക. മുട്ട ഒഴിക്കില്ല, നമ്മൾ പൊട്ടിച്ചൊഴിക്കില്ല, അങ്ങനത്തെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മോളുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ മോള് നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കി നൂൽപുട്ട് ഉണ്ടാക്കാൻ. കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്, കിച്ചണിൽ ലൈറ്റ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അതിൽ മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് അധികം അങ്ങനെ കേട്ടോ. പിന്നെ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് പോകാം. കണ്ടോ, നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു സവാള ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ 5 പേരുണ്ട്, 5 പേർക്കുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആ സവാള നല്ലോണം വഴന്ന് വരണം കേട്ടോ. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. നല്ല മഴയാണ്, ഒരുപാട് സ്ഥലത്ത് മഴക്കെടുതികളുണ്ടല്ലോ. എല്ലാം ഒരുപാട് വീടുകളിൽ വെള്ളമൊക്കെ കയറുന്ന. കോഴിക്കോട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ അതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം അത് എടുത്ത് മാറ്റിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. പച്ചമുളക് കേട്ടോ, നല്ല വെളിച്ചം കുറവുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ഇതിനകത്തോട്ട് ചേർത്തി കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് ചേർത്തി കൊടുക്കുക. പച്ചമണം നന്നായിട്ട് പോകണം, അടി പിടിക്കാൻ പാടില്ല. ഇത് കട്ടിയുള്ള സ്റ്റീലിൻ്റെ ചട്ടിയാണ്, ചീനച്ചട്ടിയാണ്, അപ്പം ഇത് അങ്ങനെ പിടിക്കില്ല. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം പോയതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോഴത്തോട്ട് ഞാൻ എന്ത് ചെയ്ത് മിക്സിനകത്ത് തേങ്ങ അരച്ചെടുത്ത്, തേങ്ങയും 2 ചെറിയുള്ളിയൊക്കെ കൂട്ടി അരച്ചെടുത്ത് മുട്ടക്കറിയിലേക്ക് ഒഴിച്ച്, എന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യത്തിന് കുറുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. ചുടുവെള്ളം എടുത്ത് വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ ആ ചുടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിനുള്ള ഇതാക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനൊരു മുട്ടക്കറി നിങ്ങൾ രാവിലെയൊക്കെ തിരക്ക് പിടിച്ചുള്ള സമയത്ത് ഇങ്ങനൊരു മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂൽപുട്ടോ പത്തിരിയോ പൊറോട്ടയോ എന്ത് വേണമെങ്കിൽ തലേന്ന് ഉണ്ടാക്കി വെച്ചാലും മതിയല്ലോ നമുക്ക്. പിന്നെ രാവിലെ ഒന്ന് ആവി കയറ്റി കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പത്തിരിയൊക്കെ ആണെങ്കിൽ ഒട്ടും കേടി വരില്ല. നൂൽപുട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ നൂൽപുട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ മോളൊക്കെ രാത്രി 2 മണിയായിരിക്കുന്നൊക്കെ ഒതുക്കിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് സമയം. അങ്ങനെ ഇനി ഇതിലേക്ക് കരിവേപ്പില എടുക്കാൻ പോകണം. കരിവേപ്പില മുറ്റത്താണുള്ളത്. അപ്പം ഉള്ള കരിവേപ്പില നമുക്ക് മുറ്റത്തുണ്ടാകുമ്പോൾ ഓടിപ്പോയി എടുത്തു പോന്നാൽ മതിയല്ലോ. ഇവിടെയൊക്കെ നല്ല മഴയൊന്നുമില്ല. തിരുവനന്തപുരത്ത് കുറച്ച് വലിയ ഇതില്ല. എന്നുവെച്ചാൽ കോട്ടയം റാന്നി ഭാഗങ്ങളിലൊക്കെ നല്ല മഴയാണ്, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ വെള്ളപ്പൊക്കമൊന്നും വരില്ല, വെള്ളം കയറൊന്നുമില്ല ഈ ഭാഗങ്ങളിലേക്ക്. ഇത് തിരുവനന്തപുരത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഒരു സെൻട്രലാണ്, കളിക്കാവില എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് മുട്ട ഓരോന്ന് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. മുട്ട ഇതിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഒഴിക്കാം, ഓരോ പാത്രത്തിൽ ഓരോ മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെക്കണേ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓണം ഒക്കെ വരാനായി. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കെടുതികൾ വന്നു കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെ അവസ്ഥകൾ ഭയങ്കര വിഷമമായിരിക്കും, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ എല്ലാവരും കൊണ്ട് കഴിയുന്ന സഹായം ആ കുടുംബങ്ങളെ സഹായിക്കുക, അവരെ നമ്മൾ ഒരു കരക്കെത്തിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു വിഷമമാണ് ഈ സമയത്തൊക്കെ, എന്തൊരു ആഘോഷങ്ങൾ വരുന്ന സമയത്തും. പിന്നെ അതുമല്ല, ഈ വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ തന്നെ അത് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണുള്ളത്. അവരുടെ ഒരു വർഷത്തെ സമ്പാദ്യം മൊത്തം ഈ വെള്ളപ്പൊക്കത്തിൽ വൃത്തിയാക്കാൻ തന്നെ വേണ്ടി വരും. പണ്ട് ദൈവം എല്ലാവരും തൊട്ടും കാത്ത് രക്ഷിക്കട്ടെ.
എന്നിട്ട് എന്താണ് മുട്ടക്കറിയിലേക്ക് ഒരു കരിവേപ്പില തണ്ട് അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ കരിവേപ്പില തണ്ട് ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ മുട്ടക്കറിക്ക്. എന്നിട്ട് മെല്ലെ ഒഴിച്ച് പാടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തതിന് ശേഷം അതിങ്ങനെ പൊട്ടിപ്പോവില്ല അപ്പോൾ